എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എഴുന്നേൽക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സനമോളും എന്നും രാവിലെ എഴുന്നേൽക്കും. അപ്പോൾ ഇപ്പം ദാ പിച്ചിയൊക്കെ നല്ല പൂത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഫാബി മോള് പൂ പറിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മുടെ പപ്പായുടെ കയ്യിൽ സനമോൾ ഇരിക്കുകയാണ്. അപ്പം മോൾക്ക് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം അസുഖം കുറച്ച് കുറവുണ്ട്, പനിയൊക്കെ മാറിയായിരുന്നു. അപ്പം കഫം പോലെ ഉണ്ടായിരുന്നു. ഇപ്പം അതിനും ഒരു കുറവൊക്കെ ഉണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞായതുകൊണ്ട് തന്നെ കുറച്ച് നിർബന്ധം കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കൈമാറിയൊക്കെ എടുത്തുകൊണ്ടൊക്കെ നടക്കും, കാരണം ആ ഒരു കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പൂ പറിക്കുന്നതൊക്കെ ഒന്നും തലേ വെക്കാനല്ല കേട്ടോ, ഞാനെപ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ ടീപ്പോയിൽ കൊണ്ടുവന്ന് വെക്കാനാണ്. ശരിക്കും നമ്മൾ ഈ എയർ ഫ്രഷ്നറൊക്കെ അടിക്കുന്നതൊന്നും നല്ല ഫ്രഷ് ഫീല് നമുക്ക് അനുഭവപ്പെടും ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് വെക്കുമ്പോൾ. പിന്നെ നമ്മുടെ ഇവിടെ റോസയുണ്ട് കേട്ടോ, അതെപ്പോഴും ഇങ്ങനെ ഈ ജണ്ട് പോലെയാണ് പൂക്കുന്നത്. അപ്പം ആ റോസയും 3 കട്ട് ചെയ്ത് ഇതാ കൊണ്ടുവന്ന് വെച്ചു. ചില സമയം ഞാൻ ചോദിക്കും അത് കട്ട് ചെയ്യേണ്ട മോളേന്ന് തോന്നും, കാരണം അതിങ്ങനെ ചെടിയിൽ നിൽക്കുന്നതിലേ കാണാൻ ഭംഗി. അപ്പം ചില സമയമൊക്കെ ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ പിന്നെ നിസാറിക്കായും ഞാൻ നേരത്തെ പറയുന്ന പോലെ ഫാബി മോള് തന്നെയാണ് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത്. പക്ഷേ നിസാറിക്കടുത്ത് ആദ്യം തന്നെ ഫാബി മോൾ പറയും ഇന്ന് ഞാൻ ഒഴിക്കാം എന്ന് പറയുമ്പോൾ നിസാറിക്ക പറയും ചില ചെടിക്ക് ഞാൻ വെള്ളം വേണ്ട കേട്ടാ, 2 ദിവസം കൂടുമ്പോഴൊക്കെ ഒഴിച്ചാൽ മതി. അപ്പം അതൊക്കെ എടുത്ത് പറയും. അപ്പം അവള് ഇതിലാണ് കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത്. കണ്ട, ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് രാവിലെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കൂടി പറയുക കേട്ടാ. ഇതൊക്കെ ശരിക്കും മനസ്സിന് നല്ല സുഖം തരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു. ഇഡ്ഡലിയോ ദോശയോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അരിയൊക്കെ വെള്ളത്തിലേക്ക് ഇടുവാണ്. അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അരച്ച് മാറ്റിയൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാക്കും എന്നുള്ള ഒരു ചിന്ത മാറിക്കിട്ടും. അങ്ങനെ തന്നെയല്ലേ, പ്രത്യേകിച്ച് നമ്മൾക്ക് ഈ വീട്ടമ്മമാർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അല്ലേ, എന്തുണ്ടാക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തയും. മാവിരുന്ന ഭയങ്കര സമാധാനമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അപ്പം ആണെങ്കിൽ അപ്പം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അപ്പത്തിൻ്റെ മാവ് പിന്നെ നമുക്ക് അധികം വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ കൂടുതൽ ആശ്രയിക്കുന്നത് ഇഡ്ഡലി തന്നെയാണ്. അപ്പം നിങ്ങളും എന്നെ പോലുള്ളവരൊക്കെ തന്നെ ആണോ ഇതുപോലെയൊക്കെ ചിന്തിച്ച് എല്ലാം ആട്ടിയും അരച്ചും ഒക്കെ വയ്ക്കുന്നതാണെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. നിങ്ങൾക്ക് ഏതാ അപ്പത്തിനാണോ അരച്ച് വയ്ക്കാൻ താല്പര്യം, അതല്ല ഇഡ്ഡലിക്കാണോ എന്നുകൂടി പറയുക കേട്ടോ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഇന്നിപ്പം ഇടിയപ്പം ഉണ്ടാക്കാം, ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കറിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി ഏതാണ്? ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ. ഈ കണ്ട, എനിക്ക് ഈ ഒരു സേവനാഴി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, അല്ലാതെ സേവനാഴിയിൽ നമ്മൾ മാവിട്ടാൽ ഒന്ന് മുറുക്കി കഴിയുമ്പോഴേക്ക് ആ സേവനാഴിയുടെ ചില്ല് വെളിയിലേക്ക് തള്ളി വരും. ഇതാകുമ്പോൾ അങ്ങനെ തള്ളി വരത്തില്ല കണ്ടോ. ഈ ചില്ല് ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ഇവിടെ തിരിക്കി വെക്കുന്നതായതുകൊണ്ട് അങ്ങനെ ഒരു ഭയമേ വേണ്ട, നമുക്ക് ഭയങ്കര കംഫർട്ടാണ്, കഴുകിയെടുക്കാനും എളുപ്പമാണ്. അപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ളത് ഏത് തരം സേവനാഴിയാണ്? അതുപോലെ തന്നെ തടിയിലതുണ്ട്, പ്രസ് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ. ആ പ്രസ് ചെയ്യുന്നതൊക്കെ നമുക്ക് നല്ല ചിലർക്ക് യൂസ്ഫുൾ ആയിരിക്കും, എനിക്ക് അത്ര യൂസ്ഫുൾ അല്ല കേട്ടോ. എൻ്റെ കയ്യിൽ എനിക്ക് കൈവേദന വന്നപ്പോഴേക്കും ഞാൻ ഈ സ്റ്റാൻഡിലത് വാങ്ങിച്ചിരുന്നു. പഴയ എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാമായിരിക്കും. അത് വാങ്ങിച്ചിട്ട് ആദ്യത്തെ ടൈപ്പ് എനിക്ക് കൊള്ളാം അടിപൊളി എന്നൊക്കെ ഞാൻ വിചാരിച്ച് ചെയ്തു കേട്ടോ. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോഴേക്ക് എനിക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. ഉപയോഗിച്ച് വരുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ഇഷ്ടവും അനിഷ്ടവും ഒക്കെ ഉണ്ടാവണത്. എനിക്കത് കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ സമയം കൊണ്ട് നമുക്ക് നല്ല ലൂസിൽ ഇതുപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ഇടിയപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെ, സ്റ്റാൻഡിലൊക്കെ ഉള്ള ആൾക്കാരും കയ്യിൽ വശമുള്ളവരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഉപയോഗിക്കുന്നതിൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നിയതെന്നുകൂടി പറയട്ടെ. നമ്മളെ വീട്ടമ്മമാരാകുമ്പോഴേക്ക് പലതരം പരീക്ഷണങ്ങളൊക്കെ നടത്തുമല്ലോ. അങ്ങനെ ഇപ്പം എന്താ എല്ലാം എടുത്തു വെച്ചു, അതിനി അവിടെ ഇരുന്ന് ഒന്ന് ആവിയേറട്ടെ. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, കറിക്കും ഫ്രൈക്കും വേണ്ടിയിട്ടാണ്. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പം അഗാറോയുടെ ചോപ്പറാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയുണ്ടെന്ന്. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടറിയാൻ ഞാൻ ഒരുപാട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെച്ച ശേഷം നമുക്ക് സവോള ഞാനിവിടെ 2 എണ്ണമാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ സവോള ഇത്രയും ചെറുതായിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് വഴറ്റിയെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ആ സമയം ഞാൻ നോക്കിയപ്പോഴേക്കും നമ്മളുടെ ഇടിയപ്പം ഇളക്കാറായിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ കൈ കത്തിയാണ് കിട്ടിയത്. കത്തി കൊണ്ടാണ് ഈ സ്റ്റാൻഡ് എടുത്ത് മാറ്റുന്നത് കേട്ടോ.
അപ്പൊ പലരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കത്തില്ലേ, നമ്മളുടെ കൈവശം എന്താണ് ഉള്ളത് അത് വെച്ചൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യും അല്ലേ. നിങ്ങൾ എന്നെ പോലെ ഉള്ളവരൊക്കെ ഉണ്ടോ? അപ്പൊ പുട്ട് റെഡിയായി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ചെയ്യണത് സ്ക്രൂ ഡ്രൈവർ ആണെങ്കിൽ ആ സ്ക്രൂ ഡ്രൈവർ ഇട്ടായിരിക്കും കുത്തിയെടുക്കുന്നത്. അല്ലാതെ പുട്ട് നീക്കുന്ന ആ ഒരു സംഭവം ഒന്നും എടുക്കാനുള്ള സമയമൊന്നും ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പൊ കൈവശം എന്താണോ കിട്ടണത് അത് വെച്ച് അങ്ങ് ഉപയോഗിക്കും. അതിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പം ഇത് കണ്ടോണ്ടിരിക്കുന്ന നിസാറിക്ക പലപ്പോഴും പറയും കേട്ടോ, ഇതെന്തോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അതിനൊരു കമ്പുണ്ടല്ലോ അത് വെച്ചിട്ടൊക്കെ. അപ്പൊ കമ്പും ഇതുമൊക്കെ നോക്കി നിൽക്കണ നേരത്തിന് കൈ കിട്ടണത് കൊണ്ടങ്ങ് ഉപയോഗിക്കുന്നതാണ്. അപ്പം എന്നെ പോലെയുള്ള ചിന്തിക്കുന്ന നിങ്ങളും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചോപ്പറിൽ തന്നെ ഞാൻ അരച്ചെടുക്കുകയാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്. അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് കറക്കി എടുക്കണം. മസാലയൊന്ന് മിക്സായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ മസാല പേസ്റ്റ് രൂപത്തിൽ വേണം നമ്മളിത് ഒന്ന് അരച്ചെടുക്കാനുള്ളത്. നമ്മൾ അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുക്കത്തില്ല, ആ ഒരു പരുവത്തിൽ നമുക്കിതിൽ കിട്ടും. അപ്പോൾ അതായത് ഇവിടെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് 2 ഐറ്റത്തിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാൻ തയ്യാറാക്കിയത്. അപ്പോൾ കാസ്റ്റ് അയൺ പാനിലാണ് നമ്മളിത് റെഡിയാക്കുന്നത്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, ഉലുവ ഇത്രയൊന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, ആ സവാളയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ കാസ്റ്റ് അയൺ പാൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കറി റെഡിയായി കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ചിക്കൻ പീസസ് ഞാൻ കഴുകി വൃത്തിയാക്കിയതിലേക്ക് പകുതി ഞാൻ മാറ്റി വെച്ചു കേട്ടോ കറിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ബാക്കി പകുതിയിൽ ഞാൻ ഈ ചതച്ച മസാലയും നമ്മൾ ഈ അരച്ചതിൽ നിന്ന് കുറച്ച് മസാല, ചതച്ചതും ഫുള്ള് ഇട്ടിട്ടില്ല കേട്ടോ, മസാലയും കൂടി വിരവിയിട്ട് മാറ്റി വെക്കാണ്. അപ്പം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ആയിരിക്കും കേട്ടോ. ഇത് ഫ്രൈക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മസാല പുരട്ടിയിട്ട് മാറ്റി വെക്കുന്നത് കേട്ടോ. അപ്പം ഈ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കണം കേട്ടോ. കാരണം ഇത് എല്ലാം അരച്ചെടുത്തതും ചതച്ചതുമായിട്ടുള്ള മസാലയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓരോ മസാലകൾ മാറുമ്പോഴാണ് ആ കറികൾക്ക് ടേസ്റ്റും നല്ല ടേസ്റ്റിലും മാറ്റം ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ ഉള്ളിയൊക്കെ വഴണ്ട ശേഷം ബാക്കി ഇരിക്കുന്ന ഈ ചതച്ച മസാല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ മസാല വഴറ്റി എടുക്കുമ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ. അപ്പം ഇതിലേക്ക് നമുക്ക് ബാക്കി ഈ അരപ്പുണ്ടല്ലോ, അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം അരപ്പും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പം കാസ്റ്റ് അയൺ പാൻ ആകുമ്പോഴേക്കും കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് തുരുമ്പ് പിടിക്കത്തില്ലേ എന്നൊക്കെ. ഞാൻ ഇതിനു മുൻപ് ഒരുപാട് വീഡിയോസൊക്കെ അതിനെക്കുറിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ പ്രീ സീസണിങ് കഴിഞ്ഞ് വരുന്ന കാസ്റ്റ് അയൺ പാനാണ്. അപ്പം നമ്മൾ സീസണിങ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തതിലേക്ക് നമ്മൾ ബാക്കി ഇരിക്കുന്ന ചിക്കൻ പീസസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ എപ്പോഴും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമേ നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. നന്നായിട്ടൊന്ന് ആ മസാലയായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മാത്രമേ വെള്ളം ചേർക്കാവൂ. പിന്നെ വെള്ളം നമ്മൾ ചേർക്കണമെങ്കിൽ നല്ല തിളച്ച വെള്ളമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അപ്പം ഞാൻ അതൊന്ന് മൂടി വെച്ച ശേഷം തക്കാളി അതിലേക്ക് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പം എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് തക്കാളി വളരെ കുറവാണ് ഓരോന്നിലും ഉപയോഗിക്കുന്നതെന്ന്. ചിലപ്പോൾ മീൻകറിയിൽ ഞാൻ തക്കാളി തന്നെ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെ തന്നെ മാത്രം മതി, ഒരു തക്കാളിയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പം നിങ്ങളൊക്കെ തക്കാളിയൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവരാണോ? അപ്പം ഇടയ്ക്ക് ഞാൻ അടപ്പൊന്ന് മാറ്റി വീണ്ടും ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കണ്ട ഇങ്ങനെ ആവുമ്പോഴേക്ക് നല്ലതുപോലെ മസാല ആ ഒരു മാംസത്തിൽ പിടിച്ചിരിക്കും. അപ്പം കഴിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും കിട്ടും. അപ്പം കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പം തക്കാളിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം നല്ല മണമായിരിക്കും കേട്ടോ കറിക്ക്. ഞാനാണെങ്കിൽ കറിവേപ്പില കുറച്ചധികം ഇതുപോലെ ഇട്ട് കൊടുക്കാറുണ്ട്. എനിക്ക് കറിവേപ്പില ഒരു ഹരമാണ് കേട്ടോ. ഈ സമയമാണ് ഞാൻ തിളച്ച വെള്ളം ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് ചാറ് മതി. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. പിന്നെ ഈ ചിക്കനിൽ നിന്ന് തന്നെ ചാറ് ഊറി വരും കേട്ടോ. അപ്പം ഇത് വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിനിയിപ്പോൾ ഇത് മൂടി വെച്ച് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിപ്പം നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ഇടയ്ക്ക് ഇതുപോലെ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണ്ടു. ഇതാണ്ട ഓൾമോസ്റ്റ് ഇത് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനൊന്ന് തുറന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാറുണ്ടായിരുന്നു. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ ഇത് അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ഇപ്പോൾ അത് അടച്ച് മാറ്റി വെച്ച ശേഷം നമ്മളുടെ ഇരുമ്പുചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ഭയങ്കര മണവും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന അത് ഇഷ്ടമാണോ, അതേ അല്ലാതെ മറ്റു ഓയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണോ ഇഷ്ടം? പിന്നെ കാസ്റ്റേൻ്റെ കാര്യം പറയുമ്പോഴേക്കും എന്നെ കുറേ പേര് പറഞ്ഞിട്ടാൽ ഞങ്ങൾ ഇരുമ്പുചട്ടി വാങ്ങിച്ചിട്ട് അതിന് തുരുമ്പിൻ്റെ സ്മെല്ല് വരുന്നു എന്നൊക്കെ ഒരുപാട് പേര് എനിക്ക് പറയാറുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കണം. ഉണക്കിയ ശേഷം നല്ലെണ്ണ ഉണ്ടല്ലോ, നല്ലെണ്ണ തടവി വെക്കണം. നല്ലതുപോലെ നല്ലെണ്ണ ഒന്ന് തടവി വെച്ചോളൂ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കി, കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കറിയൊക്കെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇടിയപ്പത്തിന് കറക്റ്റാണ് ഈ ഒരു ചിക്കൻ കറി എന്ന് പറയുന്നത്. അപ്പോൾ ചിക്കൻ കറിയും ഇടിയപ്പവും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു പൂതി തോന്നിയത് കൊണ്ടാണ് രാവിലെ നിസാർക്കടുത്ത് തുറന്ന് ചിക്കൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഫ്രൈയും അവിടെ റെഡി ആവുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. പിന്നെ കുറേ പേര് നമ്മളുടെ റിച്ചുവിനെയും സുൽത്താനെയൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരും സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പം അവരുടെ വിശേഷങ്ങളൊന്നും ഞാൻ പറയുന്നില്ലല്ലോ എന്നാണ് പലരും ചോദിച്ചത്. അപ്പോൾ അൽഹംദുലില്ലാ അവരവിടെ സുഖമായിട്ടിരിക്കുന്നത്. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ദുആ ചെയ്യുക. അവർക്കിപ്പോൾ ലീവൊന്നും ഇല്ല, അതുകൊണ്ടാണ് പിന്നെ അവർ വരാത്തത്. കാരണം അവർക്ക് രാവിലെ ഓഫീസിൽ പോയാൽ പിന്നെ വൈകുന്നേരം ഓഫീസ് വിട്ട് വരും. പിന്നെ വേറെ അവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളും ഒന്നും ഉള്ളല്ലോ. അങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം ഇത് കണ്ടോ, ഇത് പച്ച ഏത്തക്കായാണ് കേട്ടാ. ഇത് നാട്ടിൽ നിന്ന് മാമാടെ അടുത്ത് പറഞ്ഞ് സ്പെഷ്യലായിട്ട് വരുത്തിച്ച് വെച്ചതാണ്. കാരണം നമ്മുടെ സനമോൾക്ക് വേണ്ടിയിട്ട്. കാരണം ഇവിടെയൊക്കെ കിട്ടുന്ന കായ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇപ്പം ആ കായ ഞാൻ ഇതുവരെ കായപ്പൊടി മോൾക്ക് കൊടുത്തു തുടങ്ങിയിട്ടില്ലായിരുന്നു. അത് തോലൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ ഒന്ന് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാൻ. ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ മഴ ഇതുപോലെ വരുന്നത് കാരണം അല്ലെങ്കിൽ വെയിലിന് അത്ര ചൂടുണ്ടാവത്തില്ല. അങ്ങനെയൊക്കെ പല സംഭവങ്ങളുണ്ട്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പം ഈ ഒരു സ്ലൈസർ എന്ന് പറയുന്നത് തന്നെ എൻ്റെ 10-25 വർഷത്തിന് പുറത്തായ സ്ലൈസറാണ് കേട്ടോ ഇത്. കാരണം ഞാൻ സൗദിയിലായിരുന്ന സമയത്തേ എൻ്റെ കയ്യിലുള്ളതാണ്. പക്ഷെ നല്ല മൂർച്ചയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കിതാ പെട്ടെന്ന് ഇതെല്ലാം വട്ടത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കറ പോത്തക്ക രീതി നല്ലതുപോലെ ഞാൻ കഴുകി എടുത്തിട്ട് വലിയൊരു മുറമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ മുറത്തിലേക്ക് വെച്ചിട്ട് നിരത്തി വെക്കാമെന്ന് വിചാരിക്കുന്നു. കണ്ട ക്ലൈമറ്റ് ഭയങ്കര വെയിലൊന്നുമില്ല. പക്ഷേ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൂത്തുവാനുള്ള സാധ്യത കൂടുതലുമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നല്ല വൃത്തി ഉണക്കിയിട്ട് കുറച്ച് ആവശ്യമുള്ളത് പൊടിച്ചു വെക്കാം. ബാക്കിയുള്ളത് കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് ആവശ്യാനുസരണം എടുത്ത് പൊടിച്ചു കൊടുത്താൽ മതിയല്ല. അപ്പൊ ഇപ്പം മോൾക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ റാഗിയാണ് കേട്ടോ. അപ്പൊ റാഗി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പൊ നട്ട്സ്, ബദാം, പിസ്ത അല്ല, ബദാം, കാഷ്നട്ട് അല്ലെങ്കിൽ ഡേറ്റ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ, ക്യാരറ്റ് ഇങ്ങനെയൊക്കെ ചേർത്തിട്ടൊക്കെയാണ് ഓരോന്നൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉണങ്ങാനായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. വെയിൽ വന്നാൽ മതിയായിരുന്നു. കാരണം ഇത് നല്ല വൃത്തി ഒന്ന് 3-4 ദിവസമെങ്കിലും ഉണങ്ങി കിട്ടണം. അല്ലാതെ ഒറ്റ ദിവസത്തിലോ 2 ദിവസത്തിലോ ഈ സംഭവം ഉണങ്ങൂല. അപ്പം ഞാൻ വല ഇട്ട് കൊടുക്കുകയാണ്. കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷികൾ വരില്ലേ. അപ്പം അത് കഴിഞ്ഞ് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിസാർക്കയുടെ ഒരു കസിന് കാനഡയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഇക്കായെ കാണാനായിട്ട് നമ്മൾ പോവാണ്. നമ്മൾ സൗദിയിൽ കുറേ കാലം നമ്മൾ അടുത്തടുത്താണ് താമസിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ആത്മബന്ധം ഉള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പം ഇത്ത വന്നിട്ടില്ല. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഇക്കയുടെ വീട്ടിലെത്തിയതാണ്. പ്രശാന്ത് നഗറിലാണ് ഇക്കയുടെ വീട് കേട്ടോ. അപ്പം ഫാബി മോളെ ഇക്ക ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, കുഞ്ഞിനെയും കണ്ടിട്ടില്ലല്ലോ. അപ്പം അവരെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ഫാബി മോളെയും കുഞ്ഞിനെയും കൊണ്ട് നമ്മളിതാ ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇക്ക ഈ വീട് ഡിസ്പോസ് ചെയ്യാനായിട്ട് പോവാം, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഞാനിങ്ങനെ നോക്കാണ് വീട്. മുൻപ് ഇത്തടെ മോളുടെ കല്യാണ സമയത്ത് ഞാൻ ഈ വീട്ടിൽ വന്നതാണ്. പിന്നെ ഇവര് അങ്ങ് കാനഡയ്ക്കും പോയി. പിന്നെ നമ്മൾ ഇടയ്ക്ക് കാണുന്നത് ഞങ്ങളുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടിരുന്നത് കേട്ടോ. നല്ല സൗകര്യമുള്ള വീട് കേട്ടോ. അപ്പം ഞാൻ പറയായിരുന്നു, പഴയ വീടിനൊക്കെ നല്ല സ്ട്രോങ് അല്ലേ, നമ്മളിപ്പം വെക്കുന്ന വീടുകൾ പോലെ അല്ല. അത് ഓരോന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പം തടിയൊക്കെ ആണെങ്കിലും നല്ല തേക്കും ഒക്കെയുള്ള നല്ലൊരു വീട് കേട്ടോ. അപ്പം ഞാൻ നിസാർക്കടുത്ത് പറഞ്ഞു എന്തൊരു ഭംഗിയുള്ളൊരു വീടല്ലേ, നല്ല വെട്ടവും വെളിച്ചവും ഒക്കെയുള്ള ഭയങ്കര സൗകര്യമുള്ളൊരു വീട് കേട്ടോ. 2 നില വീടാണ്, നല്ല അടിപൊളി കേട്ടോ. നല്ല ലൊക്കേഷനും കാര്യമൊക്കെയാണ്. അപ്പം ഇത് വിൽക്കുന്നത് ഈ ഫർണിഷിങ്ങോട് കൂടി തന്നെ വിൽക്കുകയാണ് കേട്ടോ. ഞാൻ നോക്കിയിട്ട് ആ വീട്ടിൽ ആളിനി വന്നങ്ങ് താമസിച്ചാൽ മാത്രം മതി കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ ആണെങ്കിൽ എല്ലാം വുഡാണ്.
അപ്പൊ പണ്ട് ഞാൻ വരുമ്പോഴും പറയും ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഇരിക്കാന്ന്. നമ്മുടെ വീട്ടിലതുപോലെ ഒരു ഊഞ്ഞാലും ഇവിടെ ഇട്ടിട്ടുണ്ട്, അടിപൊളിയായിട്ട്. എന്തായാലും വാങ്ങിക്കുന്നവർക്ക് നല്ലൊരു വർത്ത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ നമ്മൾക്ക് വീടുണ്ടല്ലോ, നമുക്കിപ്പം പറഞ്ഞ മാതിരി വാങ്ങിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഇക്കായിട്ട് കുറെ നേരം സംസാരിച്ചിരുന്നു. അപ്പൊ ഇക്ക പറഞ്ഞ് ഇത്ത ഇനി അടുത്ത ആഴ്ചയെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇൻഷാല്ലാ ഇത്ത വരുമ്പം വീണ്ടും ഒന്നുകൂടി വരണം. അങ്ങനെ ഇത്തായേം കണ്ടിട്ട് കുറേ കാലമായി. അങ്ങനെ ഇപ്പം എന്താ നമ്മൾ ഇക്കാരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. ഇന്നിപ്പോൾ സനമോൾക്ക് ചെറിയൊരു സന്തോഷമുണ്ട്. കാരണം മോൾക്ക് സുഖമില്ലാതായതിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മോള് ഭയങ്കര നിർബന്ധവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വേറൊന്നുമില്ല, നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത്. വേറെ കറക്കമൊന്നുമില്ല. വീട്ടിൽ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയില്ല കേട്ടോ. കാരണം മോള് നിർബന്ധവും കരച്ചിലും ഒക്കെ ആയിരുന്നു, അതിൻ്റെ പുറകെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ നമ്മുടെ അരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിലിട്ടത് ഇനിയിപ്പോൾ ഒന്ന് അരച്ചെടുക്കണമല്ല. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കും ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് കയ്പ്പ് രസം വരൂലേന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഇതുപോലെ ഉപ്പിട്ടിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ഇഡലിക്കോ ദോശയ്ക്കോ ഒന്നും ഇതുവരെയും കയ്പ്പ് രസമൊന്നും അൽഹംദുലില്ലാ ഉണ്ടായിട്ടില്ല കേട്ടാ. അതുപോലെ തന്നെ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഉഴുന്ന് ആദ്യം അരച്ചു വയ്ക്കും. അത് കഴിഞ്ഞ ശേഷം മാത്രമേ അരി അരയ്ക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് കൈ വൃത്തിയായി കഴുകിയിട്ടൊന്ന് അടിച്ചെടുക്കും. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് പഞ്ഞി പോലത്തെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ദോശ ഞാൻ ഉണ്ടാക്കണത് ഈ മാവിൽ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ്. അല്ലാതെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ദോശയ്ക്ക് അരച്ചെടുക്കാറില്ല കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണോ? എന്തായാലും ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഇഡ്ഡലിയും ദോശയ്ക്കൊക്കെ നമ്മൾ അരച്ച് വെക്കുകയാണെങ്കിൽ ഭയങ്കര സമാധാനമാണ്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ മതി. ഒരു 5-6 മണിക്കൂറാകുമ്പോൾ തന്നെ മാവ് നല്ല പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു വരുത്. അടുത്ത് നമുക്ക് നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.